സ്വർഗത്തിലെ ദൈവം അളവറ്റ കരുണയാലും കൃപയാലും ഒരു സംവത്സരം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി പുതിയൊരു സംവത്സരം നൽകുമ്പോൾ തിരിഞ്ഞു നോട്ടം ഒരു അനിവാര്യ ഘടകമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ പറയുമ്പോൾ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറക്കുകയും മുന്നിലുള്ളതിനെ ലാക്കാക്കി യാത്ര ചെയ്യുകയും ചെയ്യുന്നു. മറവി ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ്. പലതും നമുക്ക് മറക്കാം. നമ്മെ ഉപദ്രവിച്ചവരും വേദനിപ്പിച്ചവരും കണ്ണുനീര് കുടിപ്പിച്ചവരുമായ പലരെയും പലരുടെ പ്രതിസന്ധികളെയും മറക്കാം. അപ്പോൾ തന്നെ വരുവാനിരിക്കുന്ന നല്ല ദിനങ്ങൾക്കായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കടന്നുപോയ ഒരു വർഷം ഒത്തിരി കണ്ണുനീരിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആകയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ഇന്നലകളിൽ വന്നുപോയതായ കുറവുകളെ ബോധ്യപ്പെട്ട് അവയിൽ നിന്ന് പരിപൂർണമായി വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരായി കടന്നു വരുവാൻ ഇടയാകട്ടെ. വാത്സല്യമുള്ളവരെ, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലബാർ ഭദ്രാസനത്തിലാണ്. അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, കുപ്പാടി ധ്യാന കേന്ദ്രം. അവിടെ ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന അർപ്പിച്ച് ധൂപപ്രാർത്ഥന നടത്തി തിരിഞ്ഞു വരുമ്പോൾ നോക്കുമ്പോൾ കുറച്ചേറെ ആദിവാസി സ്ത്രീകൾ നിൽക്കുന്നു. എനിക്ക് സംശയം തോന്നി, ഇത് യാഥാർത്ഥ്യമാണോ? കുർബാന കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ച് ധൂപപ്രാർത്ഥന നടത്തിയപ്പോൾ അവരൊക്കെയും നല്ല ഉച്ചത്തിൽ തന്നെ അത് ചൊല്ലുന്നത് കേൾക്കാം. പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെ അടുത്ത് വിളിച്ചു സംസാരിച്ചു. അവരിൽ നിന്ന് കേട്ട വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ സുവിശേഷം. അവരെന്നോട് പറഞ്ഞത് 2 വാചകമേ ഉള്ളൂ: ഞങ്ങൾ ഇവിടെ വരുന്നത് നരകത്തിൽ പോകാതിരിക്കാനാണ്, സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് ആ ആദിവാസി അമ്മമാർ പറഞ്ഞത്? ഞങ്ങൾ ഈ ദൈവാലയത്തിൽ വരുന്നതിന് മറ്റൊരു ഉദ്ദേശവുമില്ല, ഞങ്ങളുടെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്ത്? ഞങ്ങൾക്ക് നരകത്തിൽ പോകുവാൻ ഇടയാകരുത്, സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഇടയായിത്തീരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ഇവിടെ ചേർന്ന് വരുമ്പോൾ ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയമായി സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ ഉള്ളതായ ചിന്തയിൽ ചേർന്ന് വരുമ്പോൾ നമ്മിൽ എത്ര പേർക്ക് ആ ആദിവാസി സ്ത്രീകളെ പോലെ സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഞങ്ങളുടെ ജീവിതത്തെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഞങ്ങൾ നരകത്തിൽ പോകുവാൻ ഇടയാകരുതേ, സ്വർഗത്തിൽ പോകുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് ഏറ്റുപറയുവാൻ തൻ്റെ ഇടമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭൗതികമായ ചിന്തകളിൽ ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽപ്പെട്ട് വ്യാപൃതരാകുമ്പോൾ പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിനെ കാണുവാനും സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അവൻ്റെ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുവാനും മറന്നു പോകുന്നു. നമ്മൾ പെരുന്നാളുകൾ ഗംഭീരമായി കൊണ്ടാടുന്നു, നല്ല റാസകൾ നടത്തുന്നു, ദേവാലയങ്ങൾ വളരെ മനോഹരമായിട്ട് പുതിയതാക്കി വയ്ക്കുന്നു, സ്വർണ്ണ കൊടിമരങ്ങൾ വയ്ക്കുന്നു. എല്ലാം ആർഭാടങ്ങളുടെ മധ്യത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തു മിസ്സായി പോകുന്ന ക്രിസ്തുമസുകൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഓർപ്പിക്കട്ടെ, ഇന്ന് നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുമ്പോൾ ഇവിടെ നടക്കേണ്ടുന്ന അത്ഭുതം ഒരാളുടെ കാലിൻ്റെ അസുഖം മാറുകയല്ല, ഒരാളുടെ ക്യാൻസർ മാറുകയല്ല, ഒരാളുടെ തലവേദന മാറുകയല്ല, മറ്റൊരുവന് ധനമുണ്ടാവുകയല്ല. ഏറ്റവും വലിയ അത്ഭുതമായി സ്വർഗം കാക്ഷിക്കുന്ന എന്തോ അത് നമുക്ക് ഈ രാത്രിയിൽ ചിന്തിപ്പാനിടയാകണം. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണ് സ്വർഗം നമ്മിലൂടെ ആഗ്രഹിക്കുന്നതായ ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയാകട്ടെ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും.
ഇതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർത്താവ് നമ്മോട് ഉപദേശിച്ചതായ ഉപമകളിൽ ഒന്നാകുന്നു ഇത്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നിടത്ത് കർത്താവ് പറയുകയാണ്, ഒരു ആടിനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട വ്യക്തി അവയിൽ 99നെയും വിട്ടൊഴിഞ്ഞിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി പുറപ്പെടുന്നു. ആ ആടിനെ കണ്ടെത്തിയാൽ അവൻ്റെ ഉള്ളിലെ സന്തോഷമെന്തോ അതവൻ മറ്റുള്ളവരോട് എപ്രകാരം അറിയിക്കുമോ, അവരെ കൂട്ടിച്ചേർത്ത പ്രകാരം അവൻ ആനന്ദിക്കുമോ, അതിലുപരിയായിട്ട് ദൈവം നമ്മോട് കൽപ്പിക്കുകയാണ്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും. ഒരു സുറിയാനിക്കാരനാണ് എന്നുള്ളതിനാൽ, ദേവാലയത്തിൽ പതിവായി പോകുന്നു എന്നുള്ളതിനാൽ, നോമ്പ് നോക്കുന്നു എന്നുള്ളതിനാൽ ഞാനോ നിങ്ങളോ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മളൊക്കെയും വിഡ്ഢികളുടെ ലോകത്തിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശോധന ചെയ്യുവാൻ ഇടയായെങ്കിൽ മാത്രമേ, തെറ്റുകളെ വിട്ടൊഴിയുവാൻ ഇടയായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുടിവരവ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഇന്ന് സ്വർഗം സന്തോഷിച്ചേ മതിയാവും. ഇന്ന് സ്വർഗം സന്തോഷിക്കണം. ഏത് പ്രകാരം സന്തോഷിക്കണം? ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്നവരിൽ 99 നീതിമാന്മാരെ അല്ല എൻ്റെ കർത്താവിന് ആവശ്യം. ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിപ്പാൻ, എൻ്റെ പാപ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പാൻ, എൻ്റെ ജീവിതബാധകളെക്കുറിച്ച് ചിന്തിപ്പാൻ എനിക്കിടയാകുമ്പോൾ, അവയെ ദൈവസമക്ഷത്തിൽ ഏറ്റുപറഞ്ഞ് പാപവിമോചനം പ്രാപിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്നത് കാണുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ, ആരാധനകളിൽ, ശുശ്രൂഷകളിൽ നമ്മോട് ഇപ്രകാരം ഒരു പ്രാർത്ഥനയിൽ തന്നെ ചൊല്ലുന്നുണ്ട്, എൻ പാപത്തിൽ ഞാൻ മരിപ്പാൻ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നീപ്പോൾ. നമുക്ക് ഈ നല്ല സന്ധ്യാസമയം നൽകിയ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് വിട്ടൊഴിയുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാം, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഉപമയിലേക്ക് വരുന്നു. ആദ്യമേ 100ൻ്റെ കണക്ക് പറഞ്ഞു, ഇപ്പോൾ 10ൻ്റെ കണക്ക് വന്നു. ഇവിടെ യഹൂദിയ സ്ത്രീകളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയുണ്ട്. വിവാഹം നിശ്ചയിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ വിവാഹം നിശ്ചയിച്ച പുരുഷൻ 10 ദ്രഹ്മ കൊടുത്തിട്ട് പോകും. അത് കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവളുടെ പാതിവൃത്യത്തിന് തുല്യമായിട്ട് ഇത് പരിപാലിച്ച് അവൾ കാത്ത് സംരക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടു പോയാൽ അവൾ വിശ്വസ്തയല്ല എന്ന് ലോകം അവളെക്കുറിച്ച് പറയുവാൻ ഇടയാകും. വിവാഹം മുടങ്ങിപ്പോകും, അവളുടെ ജീവിതം താറുമാറാകും. ഇപ്രകാരമുള്ള സന്ദർഭത്തിൽ അവളുടെ കയ്യിലിരിക്കുന്ന 10 ദ്രഹ്മയ്ക്ക് അവൾ വലിയ മൂല്യമാണ് കൽപ്പിക്കേണ്ടത്. നമ്മിൽ ദൈവം നൽകിയിരിക്കുന്നതായ താലന്തുകൾക്ക് പലപ്പോഴും നമ്മൾ മൂല്യം കൽപ്പിക്കാതെ, വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കാത്ത സുറിയാനിക്കാരനായി, ക്രൈസ്തവനായി മാറ്റപ്പെടുവാനല്ല, എന്നിലും നിങ്ങളിലും ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ, ആ ദ്രഹ്മകളെ ശ്രേഷ്ഠതയോടുകൂടി സൂക്ഷിക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടു പോയ സ്ത്രീയുടെ വേദന ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വേദനകളെ ഒന്ന് ബോധ്യപ്പെടുവാനിടയാകണം. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര വലുതാണ്. ഓർക്കുക, ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ തപ്പി പുറപ്പെടുന്നു. തൻ്റെ മുറിയെ പരിപൂർണമായി അവൾ പരിശോധിക്കുന്നു. അവിടെ അവൾക്ക് കിട്ടുന്നു. അവൾ അതിനെ കിട്ടുമ്പോൾ തൻ്റെ അയൽക്കാരെയും ചാർച്ചക്കാരെയും ചേർത്ത് വിളിച്ച് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തിരുവചനം നമ്മോട് പറയുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ അങ്ങനെ തന്നെ
മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ പറയും. ആദ്യമേ പറഞ്ഞത് 100 ആടുകളിൽ നിന്നും ഒരാടിനെ നഷ്ടപ്പെട്ടു പോയവന് മടക്കി കിട്ടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്നാണെങ്കിൽ, ഇത് 10-1 നഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സന്തോഷം അത് ദൈവദൂതന്മാരുടെ മധ്യേ ആണ്. ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ ആ 10-1 കുറിച്ചുള്ളതായ ഒരു കരുതലുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണാം, കർത്താവ് അടുത്തതായിട്ട് പറയുന്നത് ഒരു മനുഷ്യന് 2 മക്കൾ ഉണ്ടായിരുന്നു. ആദ്യമേ 2 ഉണ്ടായിരുന്നു എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. ജീവിതത്തിലെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. 2 മക്കൾ ഉള്ളവരാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും. ആ മക്കളുടെ ജീവിതത്തെ നമുക്കറിയാം. ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ താളപ്പിഴകൾ കുടുംബങ്ങളെ തകർക്കുന്നു. ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമല്ല. നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു മകൻ തകർച്ചയിലേക്ക് കടന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. തിരുവചനം ഇപ്രകാരം പറയുമ്പോൾ നമ്മൾ അവനൊരു പേരിട്ടു. എന്താണ് ആ പേര്? മുടിയൻ പുത്രൻ. എന്നാൽ അവൻ മുടിയൻ പുത്രനായി തീരുകയാണോ ഈ രാവിൽ എന്ന് നമ്മൾ ശോധന ചെയ്തേ മതിയാവൂ. അവനിൽ നമുക്ക് കാണാം, അവൻ വന്നിട്ട് പറയുന്നു, അപ്പ എനിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഇഞ്ഞ് തന്നേക്കും. അവനെ ഒരു കുറ്റക്കാരനായി നമുക്ക് കാണാൻ പറ്റില്ല. അവൻ പിടിച്ചുപറിക്കാരനാവുകയല്ല, അവനൊരു മോഷ്ടാവായി മാറുകയല്ല, അവൻ കള്ള ബിസിനസ് നടത്തുകയല്ല, മദ്യം വിൽക്കാൻ പോവുകയല്ല, മയക്കുമരുന്ന് വിൽക്കാൻ പോവുകയല്ല, അങ്ങനെയുള്ള യാതൊന്നുമല്ല. അപ്പൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ അവകാശം തരുവാൻ ആവശ്യപ്പെടുന്ന ഒരു മകനെയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് പലപ്പോഴും മക്കൾ അവകാശം ചോദിച്ചുണ്ടാകുമ്പോൾ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന അനുഭവം. അതേ ഇൻഷുറൻസ് പണത്തിന് വേണ്ടി അമ്മായിയമ്മയെ ആറ്റിലെറിഞ്ഞു കൊല്ലുന്ന മക്കളുടെ ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. കുഞ്ഞിനെ വിറ്റ് പണം വാങ്ങിക്കുന്ന മാതാപിതാക്കന്മാരുടെ ലോകത്തിലാണ്. ഇവിടെയൊക്കെയും ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ കടന്നു വന്നു, അപ്പനോട് പറഞ്ഞു. അപ്പൻ ബഹളമുണ്ടാക്കാൻ പോയില്ല, മകനെ തീവ്രവാദിയാക്കാൻ പോയില്ല, ഉള്ളതിൻ്റെ അംശം എടുത്ത് അവന് പോയി. അവിടെ നമുക്ക് കാണാം, അവൻ പോയി. 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമം വരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, അതിൻ്റെ കാരണം യേശുക്രിസ്തുവിനെ അറിയുന്ന, തിരുവചനം അറിയുന്ന ഞാൻ നിങ്ങളുമാകുന്ന മക്കളുടെ അധപ്പതിച്ച വഴിയാത്രയിലൂടെയാണെന്ന് തിരിച്ചറിയുവാൻ ഈ രാവിൽ ഇടയാകണം. ഇവിടെ സുനാമി ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം യേശുക്രിസ്തുവിനെ അറിയുന്ന ഞാൻ നിങ്ങളും യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം നയിക്കാതെ വന്നതുകൊണ്ടാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. യോനയുടെ ജീവിതത്തെ നമുക്ക് കാണാം. യോന കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് അവൻ യാത്ര ചെയ്യുകയാണ്. അവൻ ചെന്ന് കയറിയതായ കപ്പലിന് പോലും അവനെ വഹിക്കുവാൻ പറ്റാതെ വണ്ണം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവൻ യാത്ര ചെയ്യുന്നു. നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, യോന അനുസരണയില്ലാത്ത ഒരുവൻ ആകുന്നുവല്ലോ. എന്നാൽ അതിന് പിന്നിലുള്ള ദൈവീയ പദ്ധതിയെ തിരിച്ചറിഞ്ഞേ മതിയാവും. എന്താണത്? അവൻ ആ കപ്പലിലായിരിക്കുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് കപ്പൽ പ്രമാണി വന്നിട്ട് അവനെ കൊട്ടി വിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് അവനോട് പറയുന്നത്? നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് യാക്കോബായക്കാര, സുറിയാനി വിശ്വാസക്കാര, യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പങ്കാളികളായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥനയുണ്ടോ? നമ്മുടെയൊക്കെയും ചെറുപ്പത്തിൽ ഓരോ വീടിൻ്റെയും വാതിലിലൂടെ പോകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന, യേശുവോട് ചേർന്നിരിക്കുന്ന എന്ന് തുടങ്ങുന്നതായ ഗാനങ്ങൾ പാടുന്ന, സന്ധ്യാപ്രാർത്ഥന നിർവഹിക്കുന്ന ഭവനങ്ങൾ അത് ക്രൈസ്തവരുടെ ഇടയിലും ഹൈന്ദവരുടെ ഇടയിലും മുസൽമാന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുഖം കൂടി സൗകര്യം കൂടി വലിയ മണിമാളികകളായി സമ്പാദ്യങ്ങളായി ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളായപ്പോൾ ദൈവത്തെ വേണ്ടാത്ത അനുഭവത്തിൽ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, എന്നോടും നിന്നോടും ഇപ്രകാരം അന്യമതസ്ഥനായ ഒരു കപ്പൽ പ്രമാണി യോനയോട് പറഞ്ഞതുപോലെ കടന്നു വന്ന് പറയേണ്ടി വരുന്നു, നിങ്ങളുടെ പള്ളിയിൽ ഞാൻ പോയി അനുഗ്രഹം പ്രാപിച്ചു. ആ ആദിവാസി സ്ത്രീ എന്നോട് പറഞ്ഞു, ഈ ദേവാലയത്തിൽ ഞാൻ വരുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, എനിക്ക്
സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയാണെങ്കിൽ, സുറിയാനിക്കാര എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട്? ഇന്ന് പ്രഭാത പ്രാർത്ഥന നിർവഹിച്ചിട്ട് പള്ളിയിൽ പോയ എത്ര പേരുണ്ട്? സങ്കടമെന്ന് പറയട്ടെ, മിക്കവാറും കൈ ഉയർത്തിയാൽ കൈ ഉയർത്തുവാൻ ആൾ കാണുകയില്ല. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യോനയെ ആ കപ്പലിലേക്ക് ചേർത്ത് കൊണ്ടുവന്നപ്പോൾ യോനയോട്, ദൈവത്തിൻ്റെ പ്രവാചകനോട് അവിടെ മറ്റൊരു മതസ്ഥൻ വന്നിട്ട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടെങ്കിൽ, എന്നോടും നിന്നോടും ഈ സമൂഹത്തിലെ അക്രൈസ്തവരായ സമൂഹം ആവശ്യപ്പെടുകയാണ്, പ്രിയ സഹോദര, നീ എഴുന്നേറ്റേ നിൻ്റെ ദൈവത്തിന് മുൻപാകെ ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ മറന്നുപോയിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയിരിക്കുന്ന, ദൈവബന്ധത്തിലേക്ക് ചേർന്ന് വരുവാൻ വിസ്മരിച്ചു പോയിരിക്കുന്ന സുറിയാനിക്കാര, തകർച്ചകൾ വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുവാനും മടങ്ങി വരുവാനും ഈ രാവിൽ എൻ്റെ കർത്താവ് വിളിക്കുമ്പോൾ നമുക്ക് മടങ്ങി വരാം. തീർച്ചയായും എൻ്റെ നാട്ടിൽ, ഈ ദേശത്തിൽ ഒരു ക്ഷാമം വരുന്നെങ്കിൽ, മുട്ടുവരുന്നെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊരാളല്ല, ഈ ഞാനാണെന്ന് ബോധ്യപ്പെടണം. യോന എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു. ഫലമോ, ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന വിവിധ ദേശക്കാരായ, വിവിധ മതസ്ഥരായ ആളുകൾ യഥാർത്ഥ ദൈവത്തെ അറിയുവാനും അവർ കടന്നുപോയതായ രാജ്യങ്ങളിൽ, അവനവൻ്റെ ദേശങ്ങളിൽ, അവനവൻ്റെ മതങ്ങളിൽ ചെന്ന് ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ മുഖാമുഖം കണ്ടു എന്ന് പ്രഘോഷിക്കുവാനും ഇടയായെങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, കലാമിറ്റികൾ ഓരോന്നും എനിക്ക് നിങ്ങൾക്ക് നൽകുന്നതായ രക്ഷാവചനവും സുവിശേഷവുമാണെന്ന് ബോധ്യപ്പെട്ട് ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ, ജീവിതത്തിൽ പരിവർത്തനം ചെയ്യുവാൻ ഇടയായേ മതിയാവൂ. ഇവിടെ നമ്മൾ മുടിയൻ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നതായ ഈ മകൻ്റെ ജീവിതത്തിൽ മുട്ടുവന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തിൽ പട്ടിണി വന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാവൂ. എനിക്ക് രോഗങ്ങൾ വരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുക. എൻ്റെ രോഗക്കിടക്കയിലേക്ക് സ്വർഗത്തിലെ ദൈവം കടന്നു വരേണ്ട ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മൾ പാടുന്നുണ്ട്, എന്താ അർത്ഥങ്ങളൊന്നും ചിന്തിക്കാതെ പലപ്പോഴും നമ്മൾ പാടാറുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുക ഇല്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. വാത്സല്യമുള്ളവരെ, എനിക്കെന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും സ്നേഹിക്കുന്ന ഒരു അപ്പനെ മുടിയൻ പുത്രൻ്റെ അപ്പനിൽ കാണാൻ പറ്റും. അവൻ ചിന്തിച്ചു, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഈ രാത്രിയിൽ നമുക്കൊരു എഴുന്നേൽപ്പുണ്ടായേ മതിയാവൂ, ഒരു മടങ്ങിപ്പോയിക്കൊണ്ടായേ മതിയാവൂ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായവൻ്റെ അടുക്കിലേക്ക് 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവിടുത്തെ സന്തോഷം ആദ്യമേ സ്വർഗത്തിൻ്റെ സന്തോഷമെങ്കിൽ, രണ്ടാമതായിട്ട് ദൈവദൂതന്മാരുടെ സന്തോഷമെങ്കിൽ, മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇന്ന് എൻ്റെ വിടുവിരലിലൂടെ, എൻ്റെ പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിലൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ആനന്ദിച്ചേ മതിയാവൂ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു പാപി മടങ്ങി വരണം എന്ന്. യൂദാസ്കരിയോത്തോ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിച്ചു എങ്കിൽ, ഞാൻ നിങ്ങളും മടങ്ങി വരുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ, പൗലോസ് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ, ഈ രാത്രിയിൽ എൻ്റെ നിങ്ങളുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുകയാണ്. ഇതാ ഞാൻ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അതെ, നമ്മുടെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടി വിളിക്കുന്ന കർത്താവിൻ്റെ ആ ശബ്ദം കേൾപ്പാൻ ഈ രാത്രിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിടയാകട്ടെ. നമുക്കൊന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് വിട്ടൊഴിയുവാനുള്ളതായി ഏർണസ്റ്റ് ടു ലീവ് ദ സിൻ, പാപങ്ങളെ വിട്ടൊഴിയുവാനുള്ളതായ ഒരു മനസ്സ്. ദാവീദ് പാപം ചെയ്തു എന്ന് അവൻ്റെ മുഖത്ത് നോക്കി നാഥാൻ പ്രഘോഷിച്ചപ്പോൾ അവനതിനെ വിട്ടൊഴിയുവാനുള്ളതായ മനസ്സ് ഉണ്ടായി. അതിൻ്റെ പരിപൂർണതയാണ് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബോധങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ വിട്ടൊഴിയുവാനുള്ളതായ ചിന്ത ഉണ്ടായേ മതിയാവും. രണ്ടാമതായിട്ട് eagerness to wash ourselves from all the sins by confessing. യഥാർത്ഥമായ കുമ്പസാരത്തിലൂടെ
ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. അവൻ ദൈവത്തോട് പറയുന്നു, ഞാൻ പാപം ചെയ്തു പോയി, എന്നെ കഴുകി വെടിപ്പാക്കണമേ. മുടിയൻ പുത്രൻ നാം ഉദ്ഘോഷിക്കുന്നവനായ അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി. യഥാർത്ഥമായി കുമ്പസാരത്തിൻ്റെ അനുഭവത്തിലൂടെ വന്ന എത്ര പേർ പ്രിയ സഹോദരങ്ങളെ നമ്മിലുണ്ട്. കടന്നു വരും. ഞാൻ അച്ഛനായിരുന്നപ്പോഴത്തെ ഒരു സന്ദർഭം ഓർക്കുന്നുണ്ട്. തിരുവല്ലായിലെ ഒരു പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, തലയെ കൈവച്ചൊന്ന് വരച്ചു വിടാൻ. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ? മറ്റൊന്നുമല്ല, അവളാണ്ട് പുറകെ നിൽപ്പുണ്ട്. അവൾ പിടിച്ചു വലിച്ചു കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? കുമ്പസാരിക്കാൻ. അച്ഛൻ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് വരച്ചു വിടണം. നമ്മളിൽ പലരും ആ പെസഹാ ബുധനാഴ്ച ക്ഷീണിച്ച് തളർന്ന് മുഴുവൻ പേരെയും കുമ്പസാരിപ്പിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുക്കിലേക്ക് പിന്നെയും പോയി നിൽക്കുക, ഒന്ന് വരച്ചു വിടാൻ. ഇതല്ല സ്വർഗം കാക്ഷിക്കുന്നത്. മുടിയൻ പത്രൻ ഏറ്റുപറഞ്ഞതുപോലെയും ദാവീദ് ദീർഘദർശി ഏറ്റുപറഞ്ഞതുപോലെയും നയീൻ പട്ടണത്തിലെ ആ പാപിനിയായ സ്ത്രീ കടന്നു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ കണ്ണുനീരിനാൽ പാദങ്ങളെ കഴുകി വെടിപ്പാക്കിയതുപോലെയും നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ളതായ ബോധ്യത്താൽ നമുക്ക് നമ്മെ തന്നെ കഴുകുവാൻ ഇടയാകണം. അപ്പോൾ ക്രൂശിൻ്റെ ഉന്നതങ്ങളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ രക്തം എന്നെയും നിങ്ങളെയും കഴുകി വെടിപ്പാക്കുവാൻ പര്യാപ്തമായി തീരും എന്ന് ചിന്തിക്കട്ടെ. വീണ്ടും മൂന്നാമതായിട്ട് നമുക്ക് കാണേണ്ടത്, ഈ രാവിലെ നമുക്ക് ഒരു ദൃഢനിശ്ചയത്തിലേക്ക് വരാം. പേയിങ് ബാക്ക്. മടക്കി കൊടുത്തേ മതിയാവും പലതും. നാം ഒന്ന് ആലോചിച്ച് നോക്കിയ സക്കായി, അവൻ്റെ ഒറ്റയ്ക്കൊരാഗ്രഹമേ ഉള്ളായിരുന്നു കർത്താവിനെ ഒന്ന് കാണണമെന്ന്. ആ ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ കർത്താവിനെ കാണുവാൻ ചെന്നപ്പോൾ അവനെ പേര് ചൊല്ലി വിളിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന സ്വർഗത്തിലെ അരുമനാഥൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, എന്താണ്? ഞാൻ ആരുടെ എന്തെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 വരെ ഞാൻ മടക്കി കൊടുക്കുവാൻ തയ്യാറാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആയിരിക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ച്. കോപ്പി അടിക്കാത്ത എത്ര പേര് കാണും നമ്മളിൽ? ഞാനൊരു പ്രാവശ്യം ഒരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ കോപ്പി അടിക്കാത്ത ആരെന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരും അമ്മച്ചി കൈപൊക്കി. ഒറ്റയ്ക്ക് ഒരാളെങ്കിലും കോപ്പി അടിക്കാത്ത ഉള്ളുണ്ടല്ലോ എന്ന് ചോദിച്ചു. അമ്മച്ചി എന്താ കോപ്പി? ഞാൻ സ്കൂളിൽ പോയില്ല. കോപ്പി അടിച്ച് മേടിച്ചതായ മാർക്കിൻ്റെതായ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സക്കായിയുടെ മനോഭാവം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഇന്ന് നാം നേടിയെടുത്തതൊക്കെയും മറ്റുള്ളവരുടെ അധ്വാന ഫലമാണെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ വിട്ടുകൊടുത്തേ മതിയാവും. ഇന്ന് കുടുംബങ്ങളിലെ വഴക്കിൻ്റെ കാരണം പലപ്പോഴും വീതം വെച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതായ 1 സെൻറ്റ് 2 സെൻറ്റ് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു തെങ്ങ്, ഒരു മാവ് എന്ന് പറഞ്ഞ് സഹോദരൻ സഹോദരനോട് മിണ്ടാതിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ രാവിൽ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ എന്ന്. T.S. എലിയറ്റിൻ്റെ ജേർണി ഓഫ് ദ മാജായി എന്നുള്ളതായ പുസ്തകം, ആ പദ്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചിന്തയുണ്ട്. കർത്താവിൻ്റെ ജനനം കാണാൻ പുറപ്പെട്ടു പോയത് 3 പേര് മാത്രമായില്ല, 4മതൊരാളൂടി ഉണ്ടായിരുന്നു. ആ ആൾ വഴിയിൽ പല കാഴ്ചകളുടെയും പിന്നാലെ പോയി. യേശു ക്രിസ്തുവിൻ്റെ പിറവി കാണാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും അമ്മ, അപ്പൻ, നമ്മളുടെ മക്കൾ ഇന്ന് ദൈവസന്നിധിയിലല്ലാതെ അവർ മറ്റൊരു വഴിയിലൂടെ പോകുന്നെങ്കിൽ അവരെ കണ്ടെത്തി നമ്മുടെ കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും ചുമതലയുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോൾ തന്നെ നമ്മളുടെ മനസ്സൊരു സിനിക്കൽ കണ്ണുകളല്ലേ, ദോഷൈകതക്കിൻ്റെ കണ്ണുകളെയുള്ള നമ്മൾ ഒരു റിട്രോസ്പെക്ഷൻ നടത്തിയ മതിയാവും, പുനഃപരിശോധന നടത്തിയ മതിയാവും. ദോഷൈകതക്ക് എന്ന് പറയുമ്പോൾ ഒരു അരുവിയുടെ സമീപത്ത് ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാതിൽ കൂടി എന്നും തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്നതായ ദുർനടപ്പുള്ളതായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പലപ്പോഴും പല ആളുകളും പോകും. ഇദ്ദേഹം ഓരോ വ്യക്തിയും അവിടേക്ക് പോകുമ്പോൾ ഓരോ കല്ലെടുത്ത് തൻ്റെ വാതിക്കൽ വയ്ക്കും. അവസാനം വലിയൊരു കുന്നായി. അതിലെ വരുന്ന ഓരോരുത്തരും ചോദിക്കും, എന്തായി കുന്ന്? അപ്പുറത്തെ സ്ത്രീയുടെ ഓരോ ദിവസത്തെയും പാപത്തിൻ്റെ അളവാണിത്. ഒരു ദിവസം ആ സ്ത്രീ ഇതിലെ വന്നപ്പോൾ ചോദിച്ചു, സന്യാസി, ഇത്രയധികം കല്ലുകൾ കൂട്ടി വച്ചിരിക്കുന്നു, എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, നിൻ്റെ വീട്ടിൽ ഓരോ ദിവസവും വരുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ അളവാണിത്, നിൻ്റെ പാപത്തിൻ്റെ അളവാണ്. അവൾക്ക് വേദനയായി.
ഹൃദയത്തിൻ്റെ ഭാരമായി അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അവൾ ഒരു ആശ്രമത്തിൽ ചെന്ന്, ദൈവാലയത്തിൽ ചെന്ന് ഒത്തിരി നേരം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എനിക്ക് മറ്റൊരു തൊഴിലറിയില്ല, ഇതേ അറിയുള്ളൂ, സാരമില്ല, ഇന്നുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ അളവ് ഇത്രത്തോളം ഉണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞ് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. അതുമുതൽ ആര് വന്നാലും അവരെ പറഞ്ഞു വിട്ടു. പട്ടിണിയായി പട്ടിണി കിടന്ന് അവൾ അവിടെ മരിച്ചു. വീണ്ടും അതിലെ പോകുന്ന ഓരോരുത്തരോട് സന്യാസി പറഞ്ഞു, ഈ കാണുന്നതായ കൽക്കൂട്ടം മറ്റൊന്നുമല്ല, അപ്പുറേ ജീവിക്കുന്ന സ്ത്രീയുടെ പാപത്തിൻ്റെ കൂമ്പാരമാണെന്ന്. രണ്ടുപേര് മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. സന്യാസിയെ നേരെ നരകത്തിലേക്ക് വിട്ടു. പാപിനിയായി സ്ത്രീയെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെ നരകത്തിലേക്ക് വിട്ടത്? നീ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നീ എപ്പോഴും യാമപ്രാർത്ഥനകളെയൊക്കെ നടത്തും, നിൻ്റെ ജീവിതത്തിൽ തെറ്റും കുറ്റം ചെയ്തില്ല, പക്ഷെ ഒന്ന് ചെയ്തു, നീ ഒരു ദോഷൈകതൃക്കായിരുന്നു. നിൻ്റെ അയൽവാസിയുടെ ജീവിതത്തിൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ വ്യാപ്തീകരിച്ച് പർവ്വതീകരിച്ച് ലോകത്തിന് മുമ്പാകെ നീ കാണിച്ചപ്പോൾ അവൾ വേദന കൊണ്ട്, പ്രയാസം കൊണ്ട്, പട്ടിണി കൊണ്ട് മരിക്കേണ്ടി വന്നു. ഓർക്കുക, എൻ്റെ സമൂഹത്തിലുള്ളവരുടെ പട്ടിണിക്ക് കാരണം, അവൻ്റെ ദുരിതത്തിൻ്റെ കാരണം ഞാനാണെങ്കിൽ അവർക്ക് പേയിങ് ബാക്ക്, അവർക്ക് മടക്കി കൊടുത്തേ മതിയാവും. ദോഷൈകതൃക്കാകുവാനല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്, മറ്റുള്ളവരുടെ പോരായ്മകളെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനും, അവരുടെ പോരായ്മകളിൽ അവരോട് ചേർന്ന് നിൽക്കുവാനും, അവർക്ക് ആവശ്യമാകുന്ന കൈത്താങ്ങ് നൽകുവാനും, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് കൊണ്ടുവരുവാനും. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഈ രാവിൽ നമുക്ക് ക്രൂശിലേക്കൊന്ന് നോക്കിയേ മതിയാവും. ആ ക്രൂശിലെ രക്ഷാകരമായ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ഉയർന്നു നിൽക്കുന്നു. ഗോകുൽത്തായുടെ ഉന്നതങ്ങളിൽ 3 കുരിശുകളെ നമുക്ക് കാണാം. ആ 3 കുരിശിൽ ഏതാണ് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്നത് ഈ രാവിൽ നമ്മൾ ബോധ്യപ്പെട്ടേ മതിയാവും. ഒന്നാമതായി കാണുന്നത് നടുവിലുള്ളതായ ക്രൂശാണ്. ആ ക്രൂശിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം. അതിൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നതായ വ്യക്തി, ഹി വാസ് ബോൺ നോട്ട് ഇൻ സിൻ, ഹി ലിവ്ഡ് വിതൗട്ട് സിൻ ആൻഡ് ഹി ഡൈഡ് ഫോർ ദ സിന്നേഴ്സ്. പാപത്തിലല്ല ജനിച്ചത്, പാപത്തിലല്ല ജീവിച്ചത്, എന്നാൽ പാപികൾക്ക് വേണ്ടി മരിച്ചു. അപ്രകാരം മരിക്കുവാൻ ഒരാൾക്കേ ആവുകയുള്ളത് ലോകത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായ എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റൊരു കുരിശ് അപ്പുറേ കാണാം. അതിൽ തൂക്കപ്പെട്ടിരിക്കുന്നതായ ആളിൻ്റെ പേര് ചരിത്രത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് ഡെസ്മാസ് എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്നാണ്, ഹി വാസ് ബോൺ ഇൻ സിൻ, ഹി ലിവ്ഡ് ഇൻ സിൻ ആൻഡ് ഹി ഡൈഡ് ഇൻ സിൻ. പാപത്തിൽ ജനിച്ചു, പാപത്തിലൂടെ ജീവിച്ചു, പാപത്തിൽ തന്നെ അവൻ മരിച്ചു. എന്നാൽ വലതുവശത്തെ കാണാം, അതിൽ തൂങ്ങപ്പെടുന്നതായ ആളുടെ പേര് ഗസ്മാസ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും, ഹി വാസ് ബോൺ ഇൻ സിൻ. പാപത്തിൽ ജനിച്ചു, ഹി ലീവ്ഡ് ഇൻ സിൻ, പാപത്തിൽ തന്നെ ജീവിച്ചു, ആൻഡ് ഹി ഡൈഡ് ഓഫ് സിൻ, പാപം മൂലം മരിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പാപിയായി തന്നെ മരിക്കണോ, അതോ പാപം മൂലം മരിക്കണോ, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി മരിക്കണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. അങ്ങനെ ചേർന്ന് വരുമ്പോൾ സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. എന്താണത്? തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. യഥാർത്ഥമായ കുമ്പസാരത്തിലൂടെ, യഥാർത്ഥമായ ഏറ്റുപറച്ചിലൂടെ, യഥാർത്ഥമായ പാപവിമോചനത്തിലൂടെ ഇന്നലകളിലെ ജീവിതങ്ങളെ വിട്ടൊഴിഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും തേടുന്നവരായി, അതിനെ ലോകത്തിനായി കാണിച്ചു കൊടുക്കുന്നവരായി യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ യഥാർത്ഥ സാക്ഷികളായി മാറുവാൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി വിളിക്കുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് കയർന്നു വരാം. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, മനസ്സിൻ്റെ ആനന്ദത്തോടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് സന്തോഷിക്കുന്നു എന്നുള്ളതായ പരിപൂർണമായ വിശ്വാസം നമുക്ക് ഏറ്റുപറയാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.